എന്താണ് ലോക്കൽ സ്റ്റോറേജ്, അതുപോലെ എന്താണ് സെഷൻ സ്റ്റോറേജ്, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ലോക്കൽ സ്റ്റോറേജും സെഷൻ സ്റ്റോറേജും രണ്ടിലെയും ഡാറ്റ ബ്രൗസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബ്രൗസറിൻ്റെ സ്റ്റോർ API ആണ്, വെബ് ബ്രൗസറിൻ്റെ സ്റ്റോർ API ആണ് ഈ കാര്യങ്ങളെല്ലാം ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മളെ ബ്രൗസറിൽ ഒരു മിനിമം ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റാബേസ്, വലിയൊരു ഡാറ്റാബേസ് മാതിരിയൊന്നുമല്ല, ചെറിയ ഒരു 5 to 10 KB ഡാറ്റ രണ്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഐഡിയലായിട്ട്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ലോക്കൽ സ്റ്റോറേജിലാണെങ്കിൽ നമുക്ക് ഈ ബ്രൗസർ ക്ലോസ് ചെയ്താലും അതിൽ എക്സിസ്റ്റിംഗ് ആവും ഡാറ്റ. പക്ഷെ നേരെ മറിച്ച് അങ്ങനെയല്ല. ഈ സെഷൻ സ്റ്റോറേജ് ബ്രൗസർ എപ്പോൾ ക്ലോസ് ചെയ്യുന്നോ ആ സമയത്ത് അത് വൈപ്പ് ഔട്ട് ആയി പോകും. അതുകൊണ്ടാണ് സെഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. ആ സെഷൻ, ഒരു പർട്ടിക്കുലർ സെഷനിലുള്ള ഒരു ഡാറ്റ, കീപ്പ് ചെയ്യുന്ന ഡാറ്റ. അതുപോലെ വേറൊരു ടാബിൽ, നമ്മളിപ്പോൾ ഒരു ടാബിൽ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റോറായി അല്ല ആപ്ലിക്കേഷൻ റൺ ചെയ്തു, ആ സമയത്ത് ഡാറ്റ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചു, അത് വേറെ ടാബിലെ ഡാറ്റ കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ലോക്കൽ സ്റ്റോറേജിൽ അങ്ങനെയല്ല. ലോക്കൽ സ്റ്റോറേജിൽ ആ ബ്രൗസറിലുള്ള ഏത് ഡാറ്റയും നമുക്ക് ഏത് ബ്രൗസറിലും എടുക്കാനും പറ്റും, ഡിലീറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും 2 അഡ്വാൻറ്റേജസ്. പിന്നെ ലോക്കൽ സ്റ്റോറേജിനെ നമ്മൾ പറഞ്ഞു, ലോക്കൽ സ്റ്റോറേജിൽ ലോങ് ടേം ആയിട്ടൊരു ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. സെഷനിൽ കുറച്ചേ പറ്റുള്ളൂ. പിന്നെ രണ്ടിലും ഏകദേശം 5 to 10 KB ഒക്കെ ഡാറ്റയാണ് രണ്ടിലും കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസുകൾ. ഓക്കെ, രണ്ടും കോമൺ ആയിട്ട് ഏതെങ്കിലും വെബ് സ്റ്റോർ APIയുടെ പാർട്ടാണ്.